നമ്മളെ പയ്യോളി മത്സ്യ മാർക്കറ്റാണിത്. പയ്യോളി മത്സ്യ മാർക്കറ്റിൽ കുറേ ദിവസങ്ങളായിട്ട് വെള്ളമില്ല. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഇലക്ട്രീഷ്യന്മാരൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ട് അവർക്കൊന്നും എന്താണ് കാരണം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ തന്നെ തൊഴിലാളികൾ തന്നെ ഈ ഒരു വിഷയം മുൻനിർത്തി എന്തുകൊണ്ടാണ് കറണ്ടില്ലാത്തത്, മോട്ടോർ വർക്ക് ചെയ്യാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതാണ്. അപ്പോൾ ഏകദേശം 50 മീറ്റർ ദൂരെയാണ് ഇതിൻ്റെ ഈ കാടിൻ്റെ ഉള്ളിലാണ് മോട്ടോർ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് മലിനജല ശുദ്ധീകരണ പ്ലാന്റാണ്. ഏകദേശം 14 ലക്ഷത്തോളം രൂപ ചിലവിട്ട് ഒരു ദിവസം പോലും വർക്ക് ചെയ്യാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ മോട്ടോറിലേക്കുള്ള കേബിൾ പോകുന്നത്. ഇവിടുത്തോളം ഇതാ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് ഈ കേബിൾ അവസാനിക്കുന്നത്. കേബിളിൻ്റെ വയറ് പൊട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ വയറ് പോകുന്നത് മുനിസിപ്പാലിറ്റിയുടെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഈ വീപ്പയുടെ ഒക്കെ ഉള്ളിലൂടെയാണ്. തൊഴിലാളികൾ വളരെ രഹസ്യമായിട്ടാണ് ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ പോയിട്ട് ഈ വയറ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഹരിത സേനയുടെ സാധനങ്ങളുടെ കൊണ്ടുപോയതിൻ്റെ ബാക്കി വായുവസ്തുക്കളാണ് ഇവിടെ നിറയെ കാണുന്നത്. നമുക്ക് ഇതൊക്കെ കാണാം. ഇത് വളരെ സാഹസ്യമായിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. ഇത് ഒരു മത്സ്യ മാർക്കറ്റിലേക്കുള്ള വെള്ളം കുഴൽക്കിണർ മോട്ടറൊക്കെ സ്ഥാപിച്ചത് ഇത്രയും ദൂരെയാണ്. ദയനീയതകൾ കാണണം കൃത്യമായിട്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇത് കണ്ടോ, വളരെ ബുദ്ധിമുട്ടാണ്. ഈ വീപ്പകൾക്കടിയിലാണ് ഇതിൻ്റെ കേബിൾ കിടക്കുന്നത്. ആ കേബിൾ പൊട്ടിയത് കാരണമാണ് മോട്ടോർ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അത് ആ കേബിളിന് മുകളിൽ ഈ വീപ്പുകൾ അട്ടിയിട്ടത് കൊണ്ട് ഒരുപാട് വീപ്പുകളുണ്ട്. ഇത് ഇവിടെ ഇറങ്ങിയിട്ട് ഈ കേബിൾ കണ്ടെത്താൻ കഴിയുന്നത് അത്രയും സാഹസ്യമായിട്ടാണ് മത്സ്യ മാർക്കറ്റ് തൊഴിലാളികൾ ഇത് ചെയ്യുന്നത്. ഈ കാണുന്ന മോട്ടോർ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള 6ഓളം മോട്ടോറുകളാണ്. ഒന്നും ഇതുവരെ വർക്ക് ചെയ്ത് ഒരു ദിവസം എല്ലാം നശിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പഴവസ്തുക്കളൊക്കെ നിരവധി കാണാം. വളരെ ദയനീയമാണ് ഇതൊക്കെ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ അടുത്ത തലമുറക്ക് പോലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ എന്തോ കാര്യലാഭത്തിന് വേണ്ടിയൊക്കെ ചെയ്തതുപോലെയാണ് ഇവിടെ ചെയ്തു വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മോട്ടോർ കാണാം. ഇവിടെ തൊഴിലാളികൾ അത് ആ വയറ് വലിച്ചെടുക്കുകയാണ്. വളരെ സാഹസ്യമായിട്ടാണ് ഈ വയറ് വലിച്ചെടുക്കുന്നത്. ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. കുറേ ദിവസമായിട്ട് ഇവിടെ ഈ വെള്ളമില്ല. മത്സ്യ മാർക്കറ്റ് ആകെ ദുർഗന്ധം വമിക്കുകയാണ്. തൊഴിലാളികൾ പുറത്ത് കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവരും വളരെയേറെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാവരും പരിഗണിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം വളരെയേറെ ദയനീയത. ഇത് കണ്ടോ, 14 ലക്ഷം രൂപയുടെ സാധനം നശിക്കുന്നതായി. ഇത് 1000 രൂപ പൊതു ഖജനാവിന് ആരെങ്കിലും നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ അധികാരവർഗങ്ങളും നിയമപാലകരും ഒക്കെ കാണേണ്ട കാര്യമാണ്. 14 ലക്ഷം രൂപയുടെ ഒരു നിർമ്മിതിയാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മരമുണ്ടാക്കി. നിങ്ങളിത് കാണണം. ഇവിടെ വലിയ മരമാണ് ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളോളം കിടന്ന് ഏകദേശം 8 വർഷത്തോളമായി ഈ മരമൊക്കെ ഇവിടെ മുളച്ച് വലുതായിട്ട്, ഇതിൽ തന്നെ മുളച്ച് വലുതായ മരങ്ങളാണ്. 14 ലക്ഷം രൂപ എന്ന് പറയുന്നത് ലൈഫ് പദ്ധതിയിൽപ്പെട്ട് 4 പാവങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് വീടെടുത്ത് കൊടുക്കാൻ കഴിയുന്ന അത്രയും തുകയാണ്. ഒന്നുമല്ലാത്തതിൻ്റെ പേര് ആരാണ് ഇതിന് ഉത്തരവാദികളെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഈ തോന്നിയാസങ്ങൾ, ഇതൊക്കെ പക്ക തോന്നിയാസങ്ങളാണ്. ഇതിനെതിരെയൊന്നും ഇവിടെ നിയമ സംവിധാനങ്ങളും ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള നിയമവും കാര്യമൊന്നും ഇല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.
ഈ കാര്യങ്ങൾക്കൊക്കെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് ഇവിടുത്തെ മത്സ്യ മാർക്കറ്റ് തൊഴിലാളികൾ ഭീകരരെ പോലെ ചിത്രീകരിക്കപ്പെടുന്നത്. റോഡരികിൽ പോയാൽ അവർക്കെതിരെ കേസെടുക്കുന്നു. മറ്റുള്ളവർ ആര് റോഡരികിൽ മത്സ്യം വിറ്റാലും ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ നാട്ടിൽ മത്സ്യ മാർക്കറ്റ് തൊഴിലാളികളെ ഉപജീവനത്തിന് വേണ്ടി ഉപജീവനം തടസ്സപ്പെട്ടതിൻ്റെ പേരിൽ ഉപജീവനം തേടാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഈ തൊഴിലാളി സമൂഹത്തെ വളരെയേറെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും അവർക്കെതിരെ കേസുകൾ എടുക്കുകയും ചെയ്യുന്ന വർഗത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ വീഡിയോ. നിങ്ങളെല്ലാവരും അത് ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുക.